ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. നമ്മുടെ തെരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളുടെ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. രാവിലെ എനിക്ക് ഷർട്ട് ഇട്ടുകൂടെ മനുഷ്യ ഇന്ന് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വരുന്നുണ്ട് നല്ല കുട്ടിയായിട്ട്. അയ്യാടാ. അപ്പൊ 7 മണി, പക്ഷെ നേരം വിളിക്കാൻ ഒരു ഇതുള്ള പോലെ അല്ലേ? എന്നാലും നല്ല രസമുള്ള അന്തരീക്ഷം, നല്ല കാറ്റുണ്ട്. മാങ്ങ ഞാൻ പറയല്ലോ, മാമത് മാങ്ങയൊക്കെ താഴത്ത് വീണ് പോവാണ് ഈ കാറ്റ് കാരണം കേട്ടോ. ഞാനും ഈ കാറ്റ് വീശട്ടെ. കുറച്ച് മാങ്ങ അവിടെ വെച്ചോളൂ, എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ. എനിക്ക് അത് മാത്രമേ നിങ്ങളോട് പറയുള്ളൂ അല്ലേ? എന്തിനാ എനിക്ക് അച്ചാർ കഴിക്കാനാ. അല്ല, മാങ്ങ ഇങ്ങനെ വീണ് പോവാ. ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. നന്നായി എടുക്കാം, അല്ലെങ്കിൽ തോലിക്കിടാം. കുറച്ച് ഉപ്പിന്റെ കാശലവെല്ലാം വെള്ളം ഒഴിച്ചു. ഉപ്പിന് കിടക്കട്ടെ. ഉപ്പിന് കിടന്ന പിടിക്കില്ല. ഇത് കൊറേ ചുരുങ്ങണം. ഇങ്ങനെ ഇട്ടിക്കണം ഉപ്പിന് കിടന്നിട്ട്. എന്തായാലും ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, അത് പോയതിന് ശേഷം കഴിഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഓട്ടോറിക്ഷ നമ്മൾ സൈഡ് ഡയറീസും ഉണ്ടായിരുന്നു. ഡയറീസും ഉണ്ട്. ഈ നേരത്തെ ഓട്ടോറിക്ഷ വരും. ഓട്ടോറിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെബ് ചെയ്യുമ്പോഴാണ് നമ്മൾ സംസാരിച്ചൊന്നും കേൾക്കണ്ടാവില്ല. നമ്മൾ അടക്കണയുടെ സൈഡിലടക്ക റോഡ് കേട്ടോ. മുളകുപൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസും പറയാൻ പറ്റില്ല. ഒരു സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ്റെ ഫ്രൈഡ് റൈസിന് പറ്റിയൊരു ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയാലോ. കുണുക്കനുടക്കുന്ന സ്കൂൾക്ക് ഫ്രൈഡ് റൈസ് ആണെന്ന് രാത്രിയാണ് പറയണത്. ചിക്കൻ ഞങ്ങൾ മേടിച്ച് വെച്ചു, ബാക്കിയൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ണികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി പറയാനാ ചിക്കൻ ഫ്രൈഡ് റൈസ്. അങ്ങനെ നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ഫ്രൈഡ് റൈസിലേക്ക് പെറ്റൊരു ചിക്കൻ കറി. ഈ ചിക്കന് നല്ല പീസ്, ദശിലെ പീസ് കുറച്ച് ചിക്കൻ എടുത്തു. അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കട്ട തൈര്, പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതും കുറച്ചിട്ടിട്ട് നന്നായി മസാല പറ്റി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള റൈസ് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതേ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പിട്ടിട്ട്, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയാൽ കുറച്ച് കുറവാണെന്ന് തോന്നുമ്പോൾ കുറച്ച് കൂട്ടിയിട്ട് അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളത് അരി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന അരി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് അതൊന്നുകൂടി കഴുകിയിട്ട് ആ വെള്ളം അങ്ങോട്ട് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ വെള്ളം തിളച്ചേരിക്കും നമ്മൾ അരി അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇനി ജസ്റ്റ് അതൊന്ന് വെന്ത് വാര വെക്കാം കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ കറിക്കുള്ള സബോള അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇഞ്ചി നമ്മൾ ചതക്കരുത്, അരിഞ്ഞ് തന്നെ എടുക്കണം. ഇങ്ങനെ കനം കുറഞ്ഞ് നീളനെ കുരുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. കണ്ട നീളം കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ പൊടികളൊന്നും അധികം യൂസ് ചെയ്യാത്ത തന്നെ സബോള 2 മീഡിയം സൈസ് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/4 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ചേട്ടാ ചിക്കൻ? 300 ഗ്രാം ചിക്കനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് കൂടുതലില്ല. കണ്ട ഇത് കുനുനാന്ന് ഇങ്ങനെ അരിയട്ടെ. നീളനല്ല, നമ്മൾ ഓട്ടോ ഓംപ്ലേറ്റിലേക്ക് അരിയില്ല, അതുപോലെയാണ് കേട്ടോ അരിഞ്ഞത്. അതേപോലെ കുറച്ചൊരു 5-10 വെളുത്തുള്ളി ഇങ്ങനെ നീളനെ അരിഞ്ഞ് വെക്കുക കേട്ടോ. ഇതൊന്ന് ചതച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോ കറിക്കും ഓരോ രീതികളിൽ ഇട്ടാലാണ് നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് നമ്മുടെ കറികളിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചു. അതിൽ വെള്ളമൊക്കെ വരിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ്ട. എന്താ വെച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് പറ്റിയൊരു കറിയാണ്. ഒരു ചില്ലി ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലേ? അടിപൊളി നല്ല കറി കേട്ടോ. ചില്ലി ചിക്കൻ്റെ നല്ല ടേസ്റ്റ്. സത്യം പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം ഇതിൻ്റെ കൂടെ അടിപൊളി. എന്താ വെച്ചാൽ കറി മസാലപ്പൊടി, ഗരം മസാലപ്പൊടികളും ഒന്നുമില്ല. ചിക്കൻ മസാല ഒരു കാര്യങ്ങളും ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു പീസുകളായിങ്ങനെ ഒക്കെ കണ്ടു. ഈ ചിക്കനോടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞു തന്നിട്ട്. നമ്മുടെ ഒരാൾ ഉറങ്ങില്ലാണ്ട് കൂർക്ക വലിക്കുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അടുത്തൊന്ന് കിടക്കാൻ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഉറക്കം വരാണ്ടിരിക്കാൻ നോക്കാൻ. അപ്പോൾ ഉറങ്ങി കാണിച്ച് കൊതിപ്പിക്കുക, മനസ്സിലായ? കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
അങ്ങനെ നമ്മൾ ചിക്കൻ ഒരുപാട് മൊരിച്ചെടുക്കരുത്, ഒരു തൈര് ചേർത്താണ് ചിക്കൻ ഇങ്ങനെ സോഫ്റ്റായിട്ട് വെന്തെടുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇടുക എന്ന് വെച്ചാൽ ഒരു വശം ഇട്ടിട്ട് കുറേ നേരം മൊരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റേ മാറും കേട്ടോ. ഇതിൽ വേറെ കോൺഫ്ലവർ പൊടി മൈദ ഒന്നും ചേർക്കണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലി, ഉപ്പ്, നല്ല കട്ട തൈര്, ഇതല്ലാണ്ട് വേറെ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ വറുത്ത് കോരി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സബോള ഇട്ട് കൊടുത്തു കേട്ടോ. സബോള ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കണം. ഒക്കെ ഒറ്റയടിക്ക് തന്നെ പോട്ടെ. അപ്പോഴേക്കും ഞാനവിടെ ഇഞ്ചി അരിഞ്ഞെടുക്കാൻ പോയിട്ട് അന്വേഷണമാണ് ഇളക്കണത്. അപ്പോൾ ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനോട് കൂടിയിട്ട് നമ്മുടെ വറ്റൽ മുളകില്ലേ, പൊട്ടിച്ച് വെച്ച മുളക്, അതൊരു 3-4 കുനുകുനാന്നുള്ള പീസായിട്ട് കത്തിരി കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അതും കൂടിയിട്ട് നന്നായി റോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളിട്ടത് ഉപ്പേരി മുളകില്ലേ, ചില്ലി മുളക്, ഇങ്ങനെ കുത്തിയ മുളക് എന്നൊക്കെ അത്. പിന്നെ ഇതൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വേറെ പൊടികളൊന്നുമില്ല, ഈ മുളക് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ, കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഈ കളറിനും അനുസരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ വേറെ പൊടികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ തീ കൂട്ടിയപ്പോൾ കുറച്ചിട്ടാണ് കേട്ടോ. എത്ര പെട്ടെന്ന് എനിക്കൊന്നൊരു 10-20 മിനിറ്റ് വേണ്ട ഈ കറി ഉണ്ടാക്കണമെങ്കിൽ. നല്ല കളറും അല്ലേ? കോട്ടായിട്ട് ഇങ്ങനെ ഡബ്ബിയൊക്കെ എപ്പോഴും ഉള്ള. പിന്നെ ചില്ലി സോയാ സോസ് ഇല്ല, അതൊരു 2-2.5 ടീസ്പൂണോടത്തോളം അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. പിന്നെ ചേർക്കുന്നതാണ് എന്താണ് കേട്ടോ, സോയാ സോസ്, അത് ചേർത്തു. പിന്നെ ഇനി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തു, സോസ് ടൊമാറ്റോ സോസ് ഒഴിച്ചു. പിന്നെ ഇതിലൊരു വെറൈറ്റി സാധനം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പോയപ്പോൾ വരൂ, കടന്നു വരൂ, പറ എന്താ നമ്മൾ ഒഴിച്ചത് പറ. വാളംപുളിയാണ് കേട്ടോ. നമ്മള് ചിക്കൻ കറിയിൽ നിങ്ങൾ വാളംപുളി ഒഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, നിങ്ങൾ ഒഴിച്ചു. അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അല്ലേ. ഒരു കുഞ്ഞൊരു പീസ് വാളംപുളി എടുത്തിട്ട് നല്ല കട്ടിയിലിട്ട് ഒരുപാട് വെള്ളം പോലെ ഇതാക്കണ്ടാക്കി കുറച്ച് കട്ടിയിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒരു 2-2.5 ടീസ്പൂണോടത്തോളം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പുളി പിഴിയാൻ പറ്റും. അപ്പോഴേക്കും ഞാനിതിൽ ഏകദേശം നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇടണ്ടാട്ടെ. എന്താ വെച്ചാൽ ഈ ഓൾറെഡി സോസുകൾക്ക് ഒരു ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ ചിക്കൻ്റെ ഉപ്പും ഏകദേശം പിടിച്ച ഒരു ഇതുണ്ടാവും. പിന്നെ ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടാണ് ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വാളംപുളി എടുക്കാൻ പോയിട്ടുള്ളൂ കേട്ടോ. ഞാനത് മറന്നു, അതെടുക്കാൻ പോകണുള്ളൂ. അങ്ങനെ നമ്മൾ അപ്പോഴേക്ക് ഈ മസാല ചെറിയ തീര് കിടന്നിട്ടുണ്ടല്ലോ, നന്നായിട്ട് മൊരിയുന്നുണ്ട് കേട്ടോ. സബോള നമ്മൾ ചില്ലി ചിക്കനൊക്കെ ആകുമ്പോൾ സബോള പച്ചയ്ക്ക് ഇങ്ങനെ അധികം വാടാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് വെച്ചാൽ ഇതെല്ലാവരും എല്ലാ സബോളയും എല്ലാം ഇങ്ങനെ നന്നായി മൊരിഞ്ഞ് ഓട്ടഞ്ഞ് ചേരുന്നുണ്ട് അല്ലേ. വണക്കിയെടുക്കുക അത്രയും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ചെയ്യണ്ട. ഞാൻ കുഞ്ഞൊരു പീസ് പുളിയാണ് എടുത്തുകൊണ്ട് അതിങ്ങനെ ഞെരടിയിട്ട് ആ ഒരു വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. കണ്ട അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതിന് നന്നായിട്ടൊന്ന് ലൂസ് പോലെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ആ തിളച്ച് വെന്ത് കിട്ടും കേട്ടോ, ആ സബോളയും അല്ലാതെ. ഇത്ര സാധനങ്ങളെ നമ്മൾ ഇതിൽ ചേർക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് എന്നാൽ കച്ചപ്പിനൊക്കെ മധുരമുള്ളതിന് അധികം വേണ്ട, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു വേറെ ലെവൽ ചിക്കൻ കറി. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ്, അടിപൊളി. അതും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഓൾറെഡി ചിക്കൻ ഫ്രൈഡ് റൈസില്ലേ പണ്ട് ഓർമ്മ തന്നെയാണ്. നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസും നല്ല ബീഫ് റോസ്റ്റ് ഞാൻ കഴിച്ചിരുന്നു. എവിടെയാണ് റോയൽ ഹോസ്പിറ്റല് സമയത്തേക്ക് ഞാൻ എന്നോട് ചോദിച്ചെന്ന് അതിലെനിക്ക് വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസും ചിക്കൻ കറി അങ്ങനെ ഇഷ്ടമാണ്. ഈ ചിക്കൻ്റെ ഫ്രൈഡ് റൈസിനോട് അത്ര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഈ ചിക്കൻ കോഴിമുട്ട ഇങ്ങനെ ഇട്ടാൽ സ്മെല്ല് കൈ മാത്രം ഇഷ്ടമല്ല. നമ്മൾ ആ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് അങ്ങനെ ഇളക്കി സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതൊരു 90% നമ്മുടെ ഈ ചിക്കൻ വെന്തിട്ടുണ്ട്. ഒരു 10% കൂടി ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം. അപ്പോഴാണ് നമ്മുടെ ഇതിലുള്ള എരിവ്, പുളി, ഉപ്പ്, മസാലകളൊക്കെ ഇതിനോട്
പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുത്താലോ. ഓക്കെ. ആ പുളി വെള്ളത്തിൽ കിടന്ന് പുളിക്ക് വെള്ളത്തിലെടുത്ത്. പക്ഷേ ഈ കറിക്കാൻ ഒരുപാട് പുളിയോ ഒരുപാട് മധുരം ഒന്നുമല്ല, വേറൊരു ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അല്ലേ. ഒരു പൊറോട്ടയ്ക്ക് കഴിക്കണം നേരിട്ട് കഴിച്ചില്ല. ഇല്ല, പൊറോട്ടയ്ക്ക് കഴിക്കണമെന്നിട്ട് കഴിച്ചില്ല. ഞാൻ എന്തെങ്കിലും ദിവസം കഴിയുമ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് കഴിക്കണം കേട്ടോ. വിഷമാവില്ലേ? നമ്മൾ പൊറോട്ട കഴിക്കാറില്ല സത്യം. എനിക്ക് പൊറോട്ട അതിന് ഇഷ്ടമല്ല. പക്ഷേ 2-3 കറി കണ്ടപ്പോൾ എനിക്ക് പൊറോട്ട കൂട്ടി കഴിക്കാൻ തോന്നി. ഒന്ന് ഈ ചിക്കൻ കറി കണ്ടപ്പോൾ തോന്നി, പിന്നെ നമ്മുടെ മുളകിട്ട മീൻ കറി കണ്ടപ്പോൾ നല്ല സോഫ്റ്റ് നല്ല ചൂട് പൊറോട്ട ഇങ്ങനെ പൊട്ടിക്കുക. ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുക്കുക, കഴിക്കുക. ആഹാ, ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് എന്താ വെച്ചാൽ ഈ മസാല നന്നായി ചിക്കൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അങ്ങനെ മതി. വരട്ടിയെടുക്കുകയാണെങ്കിൽ നമ്മളതിൽ കള്ളുടിക്ക് ഇങ്ങനെ അതിനെന്താ പറയുക, ചെറിയ പാർട്ടിയൊക്കെ നടത്തില്ലേ, ടച്ചിൻസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൽ അയച്ചിട്ട് ആ ഒരു പരട്ടിയിലെടുത്താൽ മതില്ലേ കണ്ട. അപ്പം എൻ്റെ നിറന്നൊക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് അല്ല, അപ്പം അതിൻ്റെ ഒപ്പം ഒരു ക്യാപ്സിക്കം കൂടി കിടക്കേണ്ടി വെച്ചു. ചില്ലി ചിക്കനൊക്കെ ഇതിൻ്റെ ദൂരെ നിൽക്കേണ്ടി വരും കേട്ടോ. ചില്ലി ചിക്കനൊന്നും ഫ്രൈഡ് റൈസിന് ഒരു യോജിപ്പില്ല. ഫ്രൈഡ് റൈസിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന കറി ഇതാണ്. ഉണ്ടാക്കാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേ പറ്റും. അത് ഞങ്ങൾ നിർബന്ധം പറയണ്ട കേട്ടോ. അപ്പം ഇനി അടുത്തത് എന്താ, നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഒരുപാട് വെജിറ്റബിളൊന്നും ഇട്ടാൽ നമ്മുടെ അവിടുത്തെ കുട്ടി പിള്ളേർ കഴിക്കില്ല. അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞിട്ടു, പിന്നെ നമ്മുടെ ക്യാരറ്റ് കുനുനാന്ന് അരിഞ്ഞിട്ടു. വലിയ കഷ്ണങ്ങളാണെങ്കിൽ അവരെടുത്ത് പറിക്കളയും. അപ്പോൾ കുനുനാന്ന് അരിഞ്ഞിട്ടു നമ്മൾ ചോപ്പറിൽ വലിച്ചിട്ടു. പിന്നെ ക്യാപ്സിക്കം ഇട്ടു. വേറെ ഒന്നും നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യില്ല. ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, പിന്നെ കുരുമുളക് പൊടി, ഇത് മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്തത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ വേറെ ചേർക്കണില്ല. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് സെറ്റ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ സത്യം പറയാം, ചൂടോടക്കണ കഴിക്കണം. നമ്മൾ വില കൂടിയ ഐറ്റംസ് ഒന്നും ഇതിൽ ചേർക്കുന്നതല്ല, എന്നാലും ടേസ്റ്റ് വേണം. അത് നമ്മുടെ മനസ്സറിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇഷ്ടത്തോടൊക്കെ അതിനോട് ഒരു ഇഷ്ടം വേണം. നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പണിയോട് ഇഷ്ടം വേണം, എന്നാൽ ആ ഒരു ഫുഡിന് ടേസ്റ്റ് വേണം. നമ്മളിതൊരിക്കലും ഒരു ഭാരമായിട്ട് തോന്നരുത് ഈ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി അല്ലേ. നമ്മൾ മനസ്സിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ഒരു ഓവൻ വേണം, അതൊക്കെ ആഗ്രഹം. കുറേ കാര്യം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നു, ഒരു ഓവൻ മേടിക്കാൻ മാത്രം നടന്നില്ല. അത് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഓവൻ്റെ കാര്യം എന്തോ ഭാഗ്യക്കുറവല്ലേ. ഇനിയിപ്പോൾ അത് പറഞ്ഞവര് ഓവൻ മേടിച്ചിട്ട് നമ്മൾ അന്നൊക്കെ പറയുന്നത് കേക്ക് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ആർക്ക് തിന്നണം കേക്ക്? എനിക്ക് ചിക്കൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം. പിസ്സ ഉണ്ടാക്കണം, ഓരോഗ്രഹങ്ങളാണ് കേട്ടോ. അവിടെ എടുക്കട്ടെ. നമ്മുടെ ഉണ്ണോടൊക്കെ വലുതാവില്ല, അപ്പോൾ അവർക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അവർക്കാണെങ്കിൽ വെറൈറ്റിയുടെ ഒന്നാമത്തെ ആശാമാരും. അങ്ങനെ നമ്മളിത് ഫ്രൈഡ് റൈസ് ഉണ്ണോൾക്കുള്ള ലഞ്ച് ബോക്സിലാക്കുകയാണ് കേട്ടോ. അവർ രണ്ടാൾക്കും ചിക്കൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും. സത്യം ഈ ഒരു ഫ്രൈഡ് റൈസ് വെറുതെ ടേസ്റ്റ് കൊണ്ട് കോരിനാലും ടേസ്റ്റ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച്. പക്ഷേ ഞാൻ തടി വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് തടി വെച്ചാൽ എനിക്ക് പേടി. തടി വയ്ക്കുക വെച്ചാൽ ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഈ ചിക്കൻ കറി കുറച്ചുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. 2 ചൂടായിട്ട് ആ റൈസിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് നാരങ്ങച്ചാറും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഈ ഫ്രൈഡ് റൈസും ആ ഗ്രേവിയും കുറച്ച് നാരങ്ങച്ചാറും കൂടി കുഴയ്ക്കുക. ആയ തന്നു അങ്ങനെ നമ്മുടെ കുട്ടിപ്പാട്ടാനുള്ള ഉച്ചയ്ക്കുള്ള ഫുഡാക്കി. ഇനി അടുത്ത പരിപാടി എന്താ, അവർക്ക് സ്നാക്സ് ബോക്സിൽ സ്നാക്സ് ആക്കുക. അപ്പോൾ ഈ ആദ്യം ആക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ തണ്ണിമത്തങ്ങ. ഞങ്ങൾ ഒരു കുഞ്ഞ് തണ്ണിമത്തങ്ങ കഴിക്കും, എന്നിട്ട് 3-4 പീസ് അതിന് ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ ഒരു 3-4 ദിവസം വെള്ളം കൂടി കുറച്ച് പിന്നാക്കാണ്. ഇതാണെങ്കിൽ 4 പീസ് ആ വെള്ളം ഇങ്ങനെ അവിടെ എത്തൂല വെച്ചിട്ട് വെള്ളം കൊണ്ടോണ വെള്ളമുണ്ട്, സ്കൂളിൽ നല്ല ഫിൽറ്റർ വെള്ളമുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, കുടിക്കണ്ടേ? ചില ദിവസം എനിക്ക് തീരെ വെള്ളം കുടിക്കണം. അപ്പം ഞാൻ തണ്ണിമത്തങ്ങ കൊടുത്തേക്കണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വെള്ളത്തിന് ആവശ്യം ശരീരത്തിൽ ഉണ്ടാവില്ല വെച്ചിട്ട്. വേറെ ഒന്നുമല്ല, ഈ ചൂടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തുടങ്ങി നിൽക്കുന്ന അവർക്ക് ചൂടെടുക്കാത്ത തോന്നുന്നു. സ്കൂൾ AC ആയിരിക്കണം.
അങ്ങനെ ചിക്കൻ കേസാണ് കേട്ടോ അവർ കൂടുതൽ കഴിക്കാൻ ഇഷ്ടം. അത് ഞാൻ മേടിക്കുകയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ കേസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ നമുക്ക് മേടിക്കണേക്കാളും നല്ലത് അതാണല്ലോ. സത്യസന്ധമായിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇത് കണ്ടാ തന്നെ വെറൈറ്റി കളറും കണ്ട എൻ്റെ കളറും നോക്കി ഇതിങ്ങനെ നോക്കി വെറുതെ പറയല്ല കേട്ടാ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. എന്ത് മോട്ടം അരി വറുത്ത ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റ് പല്ലേക്കോത്ത ചില്ലി ചിക്കനും സൂപ്പറാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിന്റെ മോന് വേണ്ടി പല്ലേക്ക് വാ വാ വിളിച്ചില്ലേ ഓടിയിട്ട് തേക്കില്ലേ. അങ്ങനെ നമ്മുടെ ഉണ്ണോർക്കുള്ള ഫുഡ് കൊണ്ടുപോകാനുള്ള ഇതൊക്കെ കുണുക്കിനോട് വേണ്ടി ഞാൻ ടവൽ എടുത്തുകൊണ്ടിരിപ്പിച്ചിട്ട് അപ്പോൾ കുണുക്ക് ടവലൊക്കെ എടുത്ത് തന്നു. അപ്പോൾ അതൊക്കെ കെട്ടി നമ്മളവരെ ബാഗിലാക്കി കൊടുക്കട്ടോ. ഇനി വാട്ടർ ബോട്ടിൽ വെള്ളം കൂടി ആക്കാനുള്ളൂ, ബാക്കിയൊക്കെ ആയിട്ടാണ്. നമ്മൾ എത്ര നേരത്തെ എണീച്ചാൽ എന്തൊക്കെ കാര്യം ചെയ്താലും നേരില്ല. ഇപ്പോഴാണ് മരയ്ക്ക് പോകുന്ന സമയത്തൊക്കെ കറക്റ്റ് നേരത്തെ പോയത് സ്കൂളിലേക്ക്. ഇപ്പോൾ കുറച്ച് നേരം വൈകിട്ടായിട്ട കാര്യങ്ങൾ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ പച്ചക്കറിയാണ്. പറഞ്ഞോ? പച്ചക്കറിയാണ്. ഇഡ്ഡലി ദോശ ഈ വക ഐറ്റംസ് വേണ്ടു. ഇപ്പൊ മാമാ മാമന് മോളെടുത്തു. തണുപ്പല്ലേ? കുണുക്കന്നെ എടുക്കുമ്പോഴേക്കും എന്താണ് വെന്നോന്ന് എടുക്കുന്നത്. ഇപ്പം വേറെ ഒന്നല്ല, ഇപ്പം അവൻ മാമനും ഞാൻ മോളാണ് കേട്ടോ. ഇപ്പം മാമ ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് മാമൻ്റെ മോള് ഇവിടെ, മാമൻ്റെ മോള് വായോ മാമൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് കെടുത്തലും ഉറക്കലും കൂട്ടലൊക്കെയാണ്. ഞാൻ മോളും എൻ്റെ മാമനാണ് ഇരിക്കുന്നത് കേട്ടോ, കറുത്ത ദിവസം ഇട്ടിട്ട്. മാമനാണല്ലോ മോളേനെ പൊങ്ങണമില്ല. മോളാണെങ്കിൽ മാമനും മനസ്സ് ചെറുതായി ചെറുതായി വരും. ആർക്ക്? മാമനാണോ? മാമനെ ഐഡിയ വേറെ. ബർത്ത്ഡേക്ക് പറയേ അതിനേക്കാളും മുന്നേ ഞങ്ങൾ കൊല്ലാവൻ. അവൻ വലിയൊരു ഗിഫ്റ്റ് ഞങ്ങളോട് ചോദിച്ചിട്ട് അപ്പം അതിനോടുള്ള സോപ്പിങ്ങാണ്. അവിടെ കിടക്കട്ടെ. അങ്ങനെ ഞങ്ങളതേ ഉണ്ണോളനെ സ്കൂൾ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ കുടിച്ചു. അങ്ങനെ നേരെ മീൻ മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കുഞ്ഞിന് അച്ചു വരുന്നുണ്ട്. അപ്പോൾ അച്ഛന് കൂടുതലേക്കാണ് മീൻ കറിയൊക്കെ ഇഷ്ടം തോന്നുന്നു. പ്രത്യേകിച്ച് അച്ചു അങ്ങനെ വേറെ കറികൾ കൂടുന്നതായിരിക്കും അറിയണില്ല. അപ്പം ഞാൻ റിസ്ക് എടുക്കണ്ട, മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഉച്ചയ്ക്കല്ലേ എത്തുക. അപ്പം ഞാൻ നാളെ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഞങ്ങളിതേ മീൻ മേടിക്കാൻ വന്നു. ഇപ്പം എൻ്റെ ഫേവറേറ്റ് മീൻ കേരയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടുന്ന് കേര മേടിച്ചതിന് ശേഷം ഇപ്പുറത്ത് കടയിലേക്ക് പച്ചക്കറി മേടിക്കാൻ വരികയാണ് കേട്ടത്. പച്ചക്കറി മേടിക്കാൻ വന്നു കേട്ടോ. പച്ചക്കറിക്ക് മാത്രമല്ല, ഞങ്ങളൊരു 3 ദിവസത്തോളം ഈ നാളികേരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി. നമ്മൾ നാളികേരം ഒന്നും കിട്ടാനില്ല കേട്ടാ. സത്യം പറഞ്ഞ എൻ്റെ വീട്ടിലെ നാളികേരം കൊണ്ട് അമ്മാനാടിയായിരുന്നു. ഇപ്പം എന്താ ഒന്നുമില്ല. എല്ലാവർക്കും ഭാഗം വെച്ച് കൊടുത്തപ്പോൾ പറമ്പ് വേറിട്ടില്ല. അതാ അന്ന് എല്ലാവരും കൂടെ ഒറ്റ പറമ്പ് ഒറ്റൊരു ഇതല്ല അവകാശങ്ങളില്ലായിരുന്നു. അങ്ങനെ നാളികേരം കിട്ടിയ സമയമുണ്ട്. മീന് മസാല പറ്റിച്ചു, കുറച്ച് വറുക്കാനുള്ള മീൻ മസാല പറ്റിച്ചു.
അപ്പം നമുക്കിത് നല്ല കേര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം കേര മീൻ കറി വെച്ചാലാണ് കേട്ടോ. ഒരാഴ്ചയുടെ കോഴിമുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേര, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി കേട്ടോ. കൊച്ചുള്ളി എന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചുവന്നുള്ളി കേട്ടോ. ചിലർ സബോള കാണിച്ചിട്ട് ചുവന്നുള്ളി എന്ന് പറയുന്നത്. കൊച്ചുള്ളി എന്ന് പറയുന്നത് എന്താ കാര്യം എനിക്കറിയില്ല. കുറേ ഞാൻ വീഡിയോയിലായി ശ്രദ്ധിക്കും. കുഞ്ഞുള്ളിയാണ് ഞങ്ങളുടെ നാട്ടിൽ ചുവന്നുള്ളി, കൊച്ചുള്ളി എന്നാണ് കേട്ടോ. മറ്റേ സബോള എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കിയാലോ? യെസ്. അപ്പോൾ ആദ്യം ആരോഗ്യ ഫസ്റ്റ് ഞാൻ കുറച്ച് അച്ചാർ എന്നുവെച്ചാൽ കോഴിമുട്ട അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു പറ നമ്മൾ ഡയറ്റ് അതിനൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. കുറേശ്ശെ ഫുഡാക്കിയപ്പോൾ നമ്മൾ കോഴിമുട്ട കഴിച്ചിട്ടെങ്കിലും പ്രശ്നം ഡയറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മുടി നല്ല മതി കൊഴിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കുക്കിംഗ് വ്ളോഗ് ചെയ്യോ, കുക്കിംഗ് വ്ളോഗ് പിന്നെ പറഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടി താല്പര്യമാണ്. ഞാൻ ചോദിച്ചത് കുറച്ച് നേരം പറഞ്ഞ് സംസാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ. പക്ഷെ നമുക്ക് ഉള്ളവർ രാവിലെ പോണ നേരത്ത് നമുക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കാൻ ടൈമുള്ളൂ. അല്ലാത്തപ്പോൾ ഭയങ്കര തിക്കും തിരക്കും ബഹളമാണ്. അതാണ്. അതേ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടേച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഇങ്ങനെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക ചട്ടി. അതായത് ഇങ്ങനെ അടുപ്പ് കത്തിക്കുക. ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഓയിൽ വരെ വെളിച്ചെണ്ണ വരെ ഒന്നില്ല, ഒക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ചപ്പോൾ ഈ മനുഷ്യൻ ഒന്ന് മേടിച്ച് തരുന്നില്ല പോലെ. കറി ഉണ്ടാക്കിയാലോ? വെള്ളം കുടിക്കാം. അപ്പോഴേക്ക് നമ്മൾക്ക് ചിക്കൻ എടുത്തിട്ട് ഈ ചട്ടിയുടെ ഉള്ളവശം ഒന്ന് ഇങ്ങനെ തുടയ്ക്കാം. ആ വെള്ളം വറ്റണ വരെ വെയിറ്റ് ചെയ്താലേ കുറേ നേരം ഗ്യാസ് വെക്കണ്ടേ. ഇത് ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തുള്ളി വെളിച്ചെണ്ണയുണ്ട്, അത് കുറച്ച് ഒഴിച്ചു. തികയില്ല കേട്ടോ മോനെ, ഒന്നുമില്ല. നോക്കിയാൽ ഇതെങ്ങനെ ഞാൻ വാർത്തെടുക്കും. ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഇത് കഴിഞ്ഞത് അറിയാം കേട്ടോ. അപ്പം അതിനായിട്ട് ഇന്ന് കുഞ്ഞ് വരുമ്പോൾ നമുക്ക് തൃശ്ശൂർ പോവാം. അപ്പോൾ മേടിക്കും, നെക്സ്റ്റ് കയറാൻ മേടിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ. ഉലുവയുടെ അപ്പം എടുക്കുമോ? ഉലുവ ചില സമയത്ത് ഞാൻ മീൻകറിയിൽ മല്ലിപ്പൊടി ഇടില്ല, ചില സമയത്ത് മുളകുപൊടി മഞ്ഞൾപ്പൊടി മാത്രം. ഇന്ന് ഉലുവ വെള്ളം ചില നേരത്തെ കുടിക്കില്ല. ഇന്ന് നല്ലോണം കുടിച്ചു കേട്ടോ. സ്നേഹം, വെറും സ്നേഹം. ഇതിപ്പോ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമാണോ? അല്ല ഏട്ടാ, എന്നാലും തണ്ടലൊക്കെ അമർത്തിയത് പണിയായിട്ടൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. ഈ മീൻകറിയോട് എല്ലാവർക്കും ഇഷ്ടമാട്ടോ അല്ലേ? ഇപ്പൊ നാളികേരം അരക്കുന്നേക്കാൾ കൂടുതലും ഈ മീൻകറിയോട് ഇഷ്ടം. നമ്മുടെ കോട്ടയം സ്റ്റൈല് കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. എന്നാലും നമ്മുടെ ഈ തൃശ്ശൂർക്കാർ ഉലുവ കടുകൊന്നും മീൻകറിയിൽ ഇടില്ല കേട്ടോ, ഞങ്ങൾ തൃശ്ശൂർക്കാർ. പക്ഷേ ഈ ഇൻസ്റ്റയിലും യൂട്യൂബൊക്കെ ഉള്ള കാരണം അവരൊക്കെ ചെയ്യണത് നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ചോദിക്കാൻ പറ്റില്ല നിങ്ങളുടെ മീൻകറി എങ്ങനെയാണെന്ന്. ഇതാകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസിൽ കോട്ടയം സ്റ്റൈല്, കൊല്ലം സ്റ്റൈല്, തിരുവനന്തപുരം സ്റ്റൈല്, തൃശ്ശൂർക്കാർ മീൻകറി എന്നിട്ടൊക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ സ്റ്റൈലൊക്കെ ഞാൻ എപ്പോഴെങ്കിലും വെക്കാറുള്ളൂ കേട്ടോ. നാളികേരം വെച്ചാൽ നാളികേരത്തിന് ഭയങ്കര വില. അപ്പോൾ പിന്നെ നാളികേരത്തിന് ആശ്രയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ 2 ദിവസം നല്ല മീൻചാറ് തുള്ളി മതി. ഇങ്ങനെ ചോറിന് മാങ്ങച്ചാറ് കൂടി വേണ്ടതായിരുന്നു ഈ മീൻ കറിക്ക് അല്ലേ? മാങ്ങ അച്ചാർ കിട്ടിയില്ല, അത്ര നല്ല മാങ്ങയില്ല തന്നെ മേടിച്ചില്ല. കുറച്ച് ഉലുവ എടുക്കുന്നുണ്ട്.
ആ കാണുമ്പോ അങ്ങനെ ചുക്കി കഴിഞ്ഞിട്ട് വാടി. ഇന്നാളെ നമ്മൾ മേടിച്ചാൽ 2.5 വാടിയതായിരുന്നു. ഇവിടെ അത് പറ്റില്ല, അത് ആ ടേസ്റ്റ് കിട്ടില്ല. അത് എന്തോരം മാങ്ങ വീണ് കൂടെ കാണുമ്പോ നമുക്ക് വിഷമാവുക. സാരില്ല ദാസ, കിട്ടിയത് ലാഭം. ഒന്നും അങ്ങോട്ട് കൊടുക്കണില്ലേ, അവരുള്ളത് ഇങ്ങോട്ട് തരില്ലേ. അപ്പോൾ നമ്മുടെ ഉലുവ ഉറച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കൊടുത്താൽ ഞാൻ ഉലുവ ഇട്ടുണ്ട് കേട്ടോ. ആ ഉലുവ പൊട്ടിയതിനോട് കൂടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. മീൻകറി ഉണ്ടാക്കാൻ പഠിപ്പിക്കണം. ഞാനിതൊക്കെ പഠിച്ചിട്ടല്ലോ. പഠിച്ചിട്ടുണ്ടോ? പോട്ടെ. കൈപ്പുണ്യെന്ന് പറയുന്നത് അത് എല്ലായിടത്തും മേടിക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ മനസ്സിലായല്ലോ കൈപ്പുണ്യം ഉണ്ടെന്ന്. ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് അങ്ങനെയൊന്നും വരില്ല. അങ്ങനെയാണ് പേടിക്കുന്നത്. കുറച്ച് എടുത്തു. ഞങ്ങളുടെ വീട്ടമ്മമാർക്കൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾക്കതൊന്നും ഒരു സംഭവമേ അല്ല. ഇതാണ് വീട്ടമ്മ. ഇവിടെ കല്യാണം കഴിഞ്ഞ വന്ന പുതിയതിലേ എന്നും കൈമുറിയില്ല. ഓർമ്മ എന്നും കൈ പൊള്ള അവസാനം എന്നോട് ആരെങ്കിലൊക്കെ വരുമ്പോ കൊടുത്തേക്കുന്ന സാധനങ്ങളാണ് കൈ മുറിഞ്ഞടിക്കുന്ന സ്പ്രേ, കൈ പൊള്ളി അടിക്കുന്ന സ്പ്രേ. അത് സ്ഥിരം അതിനോട് പണ്ട പേര് കൊടുത്തത്. ആ സമയത്തൊക്കെ എന്നും താളം തെറ്റി പോണതല്ല കേട്ടോ, നമുക്കതിന് ശീലല്ലാണ്ടേ. അപ്പോൾ അതിനവസാനം അമ്മ പറയും പച്ചക്കറിയിൽ ഇറച്ചി കഷ്ണമൊന്നും ആവശ്യമില്ല കേട്ടോ അറിയും. എന്നും കൈ മുറിയും എന്നും. പിന്നെ ദിലീപിന്റെ ആരാധന മൂത്ത സമയമായി ഒരു കുത്തുകുത്ത് മനുഷ്യ ഇല്ല. വീട്ടിലെ പണിയോണ്ടല്ല ഈ മൈറ്റിനെ കെട്ടിച്ചോടുന്നത്. 15 വയസ്സിന് കെട്ടൊന്ന് ബാലവേല ചെയ്യിപ്പിക്കണമെന്നല്ല. പിന്നെ ഒരു ദിലീപേട്ട കിട്ടിയപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി തന്നു. പിന്നെ ആരും ആലോചിക്കണം. പ്രത്യേകിച്ച് മതി, ഒന്ന് തന്നെ മതി, ധാരാളം. ലൈഫിൽ 1 2 അത് ചിലവരാണ് ഡൈവോഴ്സ് ചെയ്യാറുണ്ട്. അതൊരു മാന്യത. അല്ലാണ്ട് ഡൈവോഴ്സിനേക്കാൾ മുന്നേ ഭർത്താവിനെ ഇട്ടറിഞ്ഞോട് അവരത് ചെയ്തില്ല. രണ്ടാളും മാന്യമായിട്ട് ഡൈവോഴ്സ് ആണ്. രണ്ടാൾക്ക് ചേർന്ന് പോകണമെങ്കിൽ രണ്ടാൾ ഡൈവോഴ്സ് ചെയ്യാം. ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതൊരു മാന്യത നിൽക്കുന്നത്. അത് ആരായാലും മക്കളെ വിട്ടറിഞ്ഞ് പോവാ അതൊന്നല്ലല്ലോ. എന്തേ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും എന്താണ് ഇപ്പൊ ഒന്നാ കണ്ട് കല്യാണം കഴിച്ചാൽ പോലെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ബന്ധം നിലനിൽക്കെ ഒളിച്ചോടി പോവുക, വേറെ അതൊന്നുമല്ലല്ലോ. കേണ്ട അത് പിടിച്ചിട്ടില്ല. എനിക്ക് ഒരുമിച്ച് വിടുങ്ങണോ? പത്തിരിങ്ങനെ ഇട്ടേക്കല വെള്ളമൊന്നും വേണ്ട. പത്തിരിങ്ങനെ കിടന്നാ മതി. രസമുണ്ടല്ലേ? എനിക്ക് മീൻകറിൽ ഒരുപാട് ഇഞ്ചിയുടെ സ്മെല്ല് വരുന്നത് ഇഷ്ടമില്ല കേട്ടോ. ബീഫില് ഇഞ്ചി വെളുത്തൊരു സമൃദ്ധിയാണ്. ഇത് വേറെ ടേസ്റ്റ്. മീൻകറിക്കൊക്കെ നമ്മളെടുത്തുണ്ട് അല്ല, ആ ഇഞ്ചിയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് പന്തിരിക്ക് നിൽക്കും. പിന്നെ നമ്മൾ തീയൊന്ന് ചെറുതാക്കി ഇടാട്ടോ, എന്നിട്ട് വേണം പൊടികളിടാട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് അറിയാം. പക്ഷേ എനിക്ക് ഇന്നലെ പറഞ്ഞില്ല, ഞങ്ങളെ പോലെ കുറച്ച് അറിയാത്തവരുണ്ടെന്ന് അല്ല, അങ്ങനത്തവർക്ക് വേണ്ടില്ല കേട്ടോ. തീ കുറയ്ക്കുമ്പോൾ കുറയില്ലേ, ചട്ടിയാകുമ്പോഴേ നല്ല ചൂട് നിൽക്കും. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, അവിടെ അടുത്ത വീട്ടിലെ സാധാ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണത്തോളം മല്ലിപ്പൊടി. ഇന്നിടുന്നില്ല, ഞാൻ എന്നും ഇടാറൊന്നുമില്ല. ഓരോ ദിവസം ഓരോ ടേസ്റ്റ് വ്യത്യാസമാവട്ടെ. പിന്നെ കാശ്മീർ ചില്ലി പൗഡർ. അവിടെ പുല്ലിടണം. നമ്മൾ സാധനം നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല.
എന്നിട്ട് നമ്മൾ ഇങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങനെ വണക്കി കൊടുക്കും. ഇത് കാണാനില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പൊടിയോട് ഇടുമ്പോൾ നമ്മളിങ്ങനെ ചുമയ്ക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും അത് മൂത്തുണ്ട്. ഇതിൽ കുടംപുളി ഉള്ളത് കുടംപുളിയാണ്. ഇപ്പം ഇവിടെ പിള്ളേർക്ക് പുളി ഒഴിച്ച മീൻകാരോടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ പുളി മതി എന്നാണ് പറയണത്. അവരെന്താ ഈ മീൻകറി കേട് വരാണ്ടിരിക്കട്ടെ. എന്താ വെച്ചാൽ ഇതിലെല്ലാതും വെള്ളം വെച്ച് റോസ്റ്റ് രൂപമായിട്ട്. പിന്നെ കണ്ട പൊടിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല കറിവേപ്പിലൊക്കെ നല്ല റോസ്റ്റ് കേട് വരാണ്ടിരിക്കട്ടെ. ഗൾഫിലേക്കൊക്കെ മീൻകറി കൊടുത്തേക്കണം ഇങ്ങനെ ഉണ്ടാക്കി വറ്റിച്ച് കൊടുത്തേക്കാം. പിന്നെ അവിടെ പോയിട്ട് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് കഴിക്കാം കേട്ടോ. ഗൾഫിലേക്ക് ഒരു തവണ പോണം പൊതിച്ചോറ് കൊണ്ടിട്ട്. അതിനോട് പണ്ട് പൊതിച്ചോറ് കൊണ്ടുപോയി. അത് വരണ്ടെന്ന് വെച്ചാൽ കിട്ടണ്ട കേട്ടോ. വരണ്ടെന്ന് വെച്ചാൽ പൊതിച്ചോറ് പോണെന്നു ഇഷ്ടായില്ല. പോണാ ഇല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ. അനിയനോട് പറയാം അനിയന്റെ ഒരു വണ്ടി ഉണ്ട് ഓടിക്കാണെങ്കിൽ നിങ്ങളാക്കിവിടെ തമാശ. ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി മക്കളൊക്കെ ഇടിയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഓക്കെ. അവിടെ എന്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്നില്ലാണ്ടിഞ്ഞ് ആലോചിക്കാൻ പറ്റില്ല. സത്യം ആലോചിക്കാൻ പറ്റില്ല. കല്ലുപ്പ് വേണം, പൊടിപ്പ് വേണം. കല്ലുപ്പ് ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ കല്ലുപ്പ് കൂടുതൽ കറികൊണ്ട് യൂസ് ചെയ്യും. ഇത് വേണ്ടതല്ലേ കേട്ടോ. എന്ന കല്ലായി ഓഫ് ചെയ്താൽ കല്ലായി പൂരം പറഞ്ഞു. ഏതാ കല്ലായി പൂരം? ഓണാക്കോ ഈ വരുന്ന ശനിയാഴ്ച. അങ്ങനെ മീൻകറിയിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നു. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കിയോടെ ഇപ്പോൾ തീയൊക്കെ ഓണാക്കി വെച്ചോളുണ്ട്. അപ്പോൾ കൊറോണ അനുസരിച്ച് പുളി നമ്മൾ കുറേശ്ശെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ ആ മീൻകറി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് പുളിയും ഉപ്പൊക്കെ എരിവൊക്കെ വേണമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ നോക്കിയപ്പോൾ വെളിച്ചെണ്ണയിലെ തുള്ളി വെളിച്ചെണ്ണകളോട് അത് രാവിലെ ഉണ്ണോൾക്ക് ചിക്കൻ നഗേറ്റ്സ് വറുത്താൽ കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ അടുത്തുള്ള കടയ്ക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറൊന്നും പറ്റില്ല. കുഞ്ഞ് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. കുഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ചോറും മീൻകറി ഉപ്പേരിയൊക്കെ കൊടുക്കണ്ടേ. മുതല വേവിക്കണം. അതിനായിട്ട് ഫീസർ കുറച്ച് മുതല വേവിക്കാനുള്ളത് അതിനായിട്ട് അപ്പുറത്തുണ്ട്. അപ്പം ഞാൻ ഇരുന്ന് തിന്നണത് വേറെ 4-5 ബദാം പരിപ്പ് ഫീസറിന്ന് കിട്ടി. അതെടുത്ത് ചവയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ മീനക്കറിയുടെ ഗ്രേവിയൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തുമ്പോൾ നമ്മൾ ആ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു മീൻകറി അങ്ങനെ മട്ടിപ്പ് വരുന്നില്ല കേട്ടാ. മുളകിട്ട കറി അല്ലേ? എന്നാൽ തന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് മുരിങ്ങക്കായും വാങ്ങിയിട്ട് കറി വെച്ചു. അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മീനും ചെമ്മീനും മുരിങ്ങക്കായും വാങ്ങി അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. തിളച്ച് ഒന്ന് പതുക്കെ ഇളക്കി ചേട്ടാ മീൻ കഷ്ണം ഉടയാണ്ട്. അമ്മ പറയും മീൻ വറുത്തുകൊണ്ടെടുത്ത് പോകുമ്പോൾ എന്ത് കരിങ്കല് വറുത്തുകൊണ്ട് വെച്ചിട്ടാണ്. ഇത് ഉറയ്ക്കുമല്ലോ കുടുത കേര ഇതൊക്കെ ഒന്ന് കറി വെച്ചാൽ വറുത്താൽ ഒന്ന് ഉറയ്ക്കും. ഒരു മിനിറ്റ് എല്ലാവരും വിചാരിച്ചു നമ്മൾ വെറുതെ പറയില്ല, സത്യം പറയുന്നു. അടിപൊളി ടേസ്റ്റ്. ഇത് ചോറിലേക്കും ഒട്ടടിക്കും ചൂട് സോഫ്റ്റ് പൊറോട്ടയ്ക്ക് നല്ല മീൻകറിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കറിയാം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻകറി. കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ മീൻകറിക്ക് ഒരു ടേസ്റ്റ് ഉള്ളു. ചിലർ എരിവ് കുറവിടുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റ് ചെയ്ത് ഇനി കുറച്ചെടുത്താണ് മൂടി വെക്കുക. തീ ഓഫ് ചെയ്തു. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ട്. എൻ്റെ വെളിച്ചെണ്ണ
പച്ചയില്ല, നമ്മൾ രാവിലെ ഉണ്ണുമ്പോൾ സ്നാക്സിനുള്ളത് വറുത്ത തന്നെ കേട്ടോ, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. ഇങ്ങനെ 2-3 കറിവേപ്പിലാണ് വെച്ച് കൊടുക്കുക. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ മൂടി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ അവർ വന്നതിന് ശേഷം ഞങ്ങൾ പൊന്നു, കുഞ്ഞൻ, ഷെബി, അച്ചു, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ പോകണൊരു കാര്യമുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ ജയലക്ഷ്മി വരെ ഒന്ന് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പറിച്ചിറക്ക് സാറിനൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നെക്സ്റ്റോയിൽ ഞങ്ങളുടെ വെളിച്ചെണ്ണ ലിക്വിഡും കാര്യങ്ങളൊക്കെ മേടിക്കാൻ, ടിഷ്യൂ കാര്യങ്ങളൊക്കെ മേടിക്കാൻ എപ്പോഴും നല്ലത് നെസ്റ്റോ കേട്ടോ. അങ്ങനെ നെസ്റ്റോയിൽ ഞങ്ങൾ സാധനം മേടിക്കാൻ ഇറങ്ങിയപ്പോൾ അച്ഛനും മോൾക്ക് അല്ലെങ്കിൽ ശോഭാ സിറ്റിയും നെസ്റ്റോത്തിന് ആദ്യത്തെ ഒരു പോക്കുണ്ട് മൂത്രമൊഴിക്കാൻ. അതിൽ മൂത്രമൊഴിച്ച് വരികയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു നിലയിലേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. അവർ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകണതാണ്. പ്രത്യേക അറിയിപ്പ്, താഴത്തെ നിലയിൽ ബാത്റൂം വേണം. അങ്ങനെ ഞങ്ങളുടെ നല്ല ലൈറ്റും നല്ല ഭംഗിയുള്ള മിററും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു റീലോ ഒരു ഷോർട്സ് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.